നമുക്ക് ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അറിയാം. അദ്ദേഹമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആളായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഒരു വലിയൊരു നിയമവിദഗ്ധൻ കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. ഭരണഘടനാ അസംബ്ലിയിലെ പല അംഗങ്ങളും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇദ്ദേഹത്തിൻ്റെ മുകളിൽ ഓരോരോ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ തന്നെ നടപ്പിലാക്കി കിട്ടാനായിരുന്നു ഈ ചെയർമാൻ്റെ പേരിലുള്ള സമ്മർദ്ദം. പക്ഷെ ഒരു സമ്മർദ്ദത്തിനും അംബേദ്കർ വഴങ്ങിയില്ല. ഇന്ത്യൻ ഭരണഘടന ഒരു വിഭാഗത്തിനോ ഒരു വ്യക്തിക്കോ വേണ്ടിയുള്ളതല്ല, ഇന്ത്യയിലെ ഓരോ പൗരനും വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന ഭരണഘടനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യവും നീതി ഉറപ്പാക്കുന്ന വകുപ്പുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ അനുവദിക്കുകയുള്ളൂ. ഭരണഘടനയുടെ കരട് രൂപീകരണം നിലച്ചാലും ഈ അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. അഥവാ നമ്മുടെ സമിതി പിരിച്ചുവിട്ട് നമ്മൾ വീട്ടിൽ പോയാലും നിങ്ങൾ പറയുന്ന കാര്യം ചെയ്ത് തയ്യാറാക്കി ഇന്ത്യൻ ജനതയ്ക്ക് ഒരു അനീതി സംഭാവന ചെയ്യാൻ ഞാൻ അധ്യക്ഷം വഹിക്കില്ല എന്ന് തന്നെ അവരുടെ മുഖത്ത് നോക്കി ബി.ആർ. അംബേദ്കർ പറഞ്ഞു. അംബേദ്കറിൻ്റെ നിലപാട് അവർക്ക് താങ്ങാൻ പറ്റാത്താണെങ്കിൽ ഒടുവിൽ സമ്മർദ്ദം ചെലുത്തിയവർ മുട്ടുമുടക്കി. ബി.ആർ. അംബേദ്കറോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലവാകത്തില്ല എന്ന് ചില ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് മനസ്സിലായി. സമ്മർദ്ദങ്ങളോ ഭീഷണികളോ ഉണ്ടായാൽ പോലും ശരിയെന്ന് തോന്നുന്ന തത്വങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. കാരണം ഈ സമൂഹത്തിൽ ഒരുപാട് പ്രഷർ ഗ്രൂപ്പുകളുണ്ട്, അതായത് സമ്മർദ്ദം നടത്തുന്ന ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകൾ നമ്മൾ പല രീതിയിൽ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ഈ സമ്മർദ്ദം കണ്ട് ചിലപ്പോൾ അവർ പറയും നമ്മൾ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വരെ ഉണ്ടാകും. ഞാൻ ഈ SKN40 എന്നുള്ള യാത്ര നടത്തുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പം ശരീരത്തിന് പോലും അപകടം ഉണ്ടാകും, ഈ പരിപാടി നടത്തരുത് എന്ന് പറഞ്ഞു. ഞാൻ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ ഇത്തിരി അപകടം നിറഞ്ഞതാണ്. ഞാനതൊന്നും കേട്ടില്ല. ഞാൻ വലിയവനായതുകൊണ്ടല്ല, കാരണം അതൊരു പ്രഷറാണ്, നമ്മുടെ മുകളിൽ ഒരു സമ്മർദ്ദമാണ്. അപ്പോൾ സമ്മർദ്ദത്തിൻ്റെ നടുവിൽ നമ്മൾ പിന്നോക്കം പോവുകയാണെങ്കിൽ അതോടെ കഴിഞ്ഞു. ഭീഷണികളെ അതിജീവിക്കാനുള്ള ധാർമ്മിക ധൈര്യമാണ് നമ്മൾ ആദ്യം ആർജിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണലി നമുക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടെങ്കിൽ, നമുക്കൊരു മോറൽ കറേജ് ഉണ്ടെങ്കിൽ ഇത്തരം പ്രഷർ ചെലുത്തുന്ന ആളുകളൊക്കെ പമ്പ കിടക്കും, അവരൊന്നും നമ്മുടെ കൂടെ നിൽക്കില്ല. അപ്പോൾ ധാർമ്മികമായി ധൈര്യം സംഭരിച്ച് പ്രഷറുകളെ, സമ്മർദ്ദങ്ങളെ അതിജീവിക്കണമെന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ നീതിയുക്തമായൊരു ഭരണഘടന നമുക്ക് ലഭിക്കാനും എല്ലാ ജനതയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ജനപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന, ജനങ്ങളുടെ മൗലികാവകാശങ്ങളെ ആദരിക്കുന്ന ഒരു ഭരണഘടന നമുക്കുണ്ടാകാൻ കാരണം അദ്ദേഹം ഈ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചത് കൊണ്ട് മാത്രമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. എന്നാൽ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ തന്നെ നീതിബോധമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ അംബേദ്കറിന് പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണ നൽകിയവരുമാണ്.